ഹരിനാമ കീർത്തനത്തിലേക്ക് സ്വാഗതം. ലത്തും കലർന്നിത് ലകാരത്തിനപ്പരിച്ച് തത്വം നിനക്കിലൊരു ജീവത്വമുള്ളു തവ. കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി നിൽക്കുന്ന നാഥ ഹരിനാരായണായ നമഃ. സംസ്കൃത ഭാഷയിൽ ല എന്ന അക്ഷരമാണുള്ളത്. ള എന്ന അക്ഷരം ല എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണ ഭേദം മാത്രമാണ്. മലയാളികൾക്ക് ലായും ളായും വേറെയാണ്. യഥാർത്ഥത്തിൽ ഇവ വ്യത്യസ്തമല്ല, ഒന്നു തന്നെയാണ്. എപ്രകാരമാണോ ലായിൽ തന്നെ ള അടങ്ങിയിരിക്കുന്നത്, എപ്രകാരമാണോ ലായും ളായും വ്യത്യസ്തമല്ലാത്തത്, അതേ തത്വത്തിലൂടെ നോക്കിയാൽ മനസ്സിലാകും പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള അഭേദം. പക്ഷേ ഈ തത്വത്തെ നാം അറിയണം. എങ്ങനെ അറിയണം? നല്ലപോലെ വിചാരം ചെയ്യണം. ധ്യാനത്തിൽ നമുക്കിത് മനസ്സിലാകണം. ശരിയായ ധ്യാനമുണ്ട് എങ്കിൽ ഇത് തെളിഞ്ഞു കിട്ടും. യോഗിമാർക്കുള്ളിൽ പരമാത്മരൂപം തെളിയുന്നത് കാറ്റിലാടാത്ത ദീപത്തിൻ്റെ പ്രകാശം പോലെയാണ്. കാറ്റിലാടരുത്, അതിന് ശിഖാഞ്ജലം എന്ന് ശ്രീനാരായണ ഗുരു. ധ്യാനത്തിന് ചഞ്ചല മനസ്സ് യോജിക്കില്ല. മനസ്സ് ചഞ്ചലമെങ്കിൽ ഓരോ നേരത്തും ഓരോരോ തീരുമാനത്തിലെത്തും. സ്ഥായി ഭാവം ഉണ്ടാകുകയില്ല. മനഃശാഞ്ചല്യമാണ് കാറ്റിലാടുന്ന ദീപം എന്ന ഉപമ. ഇവിടെ കാറ്റിലാടാത്ത ദീപത്തിൻ്റെ പ്രകാശമായി അകമേ ബ്രഹ്മപ്രകാശം തെളിയണം. ഹൃദയത്തിൽ കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ നിത്യസാന്നിധ്യമായി ഭഗവത് ദർശനം സാധ്യമാകണം എന്നാണ് പ്രാർത്ഥന. ഭഗവത്ഗീത 6-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം ഇത് കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. ആത്മതത്വത്തെ തെളിയിച്ചെടുക്കുക എന്നതാണ് ജീവന്റെ ലക്ഷ്യം. അതിനുള്ള മാർഗങ്ങളാണ് ഓരോന്നായി ആചാര്യൻ ബോധ്യപ്പെടുത്തുന്നത്.